എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിലേക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി ഒഴിച്ച് കൊടുക്കരുത്. ചെറിയൊരു ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പം നന്നായിട്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു ഇതിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന നമ്മുടെ ബാറ്റർ. റവയുടെയൊക്കെ ചെറിയൊരു തരി പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. ഇതിങ്ങനെ കിടന്നോട്ടെ. അതാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ റവയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം വേണമെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് ഈ ഒരു രീതിയിലാണ് ട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നെയ്യപ്പം, ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിലുള്ള മാവ് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോവരുത്. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വീഴുന്ന രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ലൂസിൽ റെഡിയാക്കി എടുക്കുക. കാരണം നമ്മൾ എടുക്കുന്ന റവയ്ക്കും ഗോതമ്പ് പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കണ്ടു ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. കണ്ടോ നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ റവയും ഗോതമ്പൊടിയൊക്കെ ആയതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ അകത്തും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും.
ഇപ്പോൾ 2 സൈഡും ദേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ നന്നായിട്ട് ഇതിനത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഇരിക്കും ട്ടോ. ഇത് ചൂട് പോയി തണുത്താലും ഇതിങ്ങനെ താഴ്ന്നു പോകുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ നമുക്കിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള മാവെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ശരിക്കും നമ്മൾ നെയ്യപ്പം, ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.